ഹേ ഗായ്സ്, നമ്മുടെ ഒരു സൺഡേ വ്ളോഗായാലോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പുറത്തുള്ള പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാ സൺഡേയിലും രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ഒരു പള്ളിയിലെ പ്രാർത്ഥന കേട്ടോണ്ടാണ് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച ഈവനിങ്ങിലും പ്രാർത്ഥന കേൾക്കാറുണ്ട്. അങ്ങനെ ഇന്നും സൺഡേ ആണ്. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാനായിട്ട് പോവാണ് കേട്ടോ, ഫ്രഷൊക്കെ ആവാനായിട്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര രാവിലെ ഒന്നും എഴുന്നേൽക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഇന്നൊരു പൊങ്കാലയ്ക്ക് പോകണം. പൊങ്കാല മുത്താരമ്മൻ കോവിലിലെ പൊങ്കാലയാണ്. അപ്പോൾ അമ്മ പോകുന്നുണ്ട്, ചേട്ടായിയുടെ അമ്മ പോകുന്നുണ്ട്, ചേട്ടായിയുടെ അനിയത്തിയും പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ പോവാമെന്ന് വിചാരിച്ചു. പോണോ വേണ്ടായോ എന്ന് ഇന്നലെ മുതൽ പോണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ചേട്ടായി ഡബിൾ മൈൻഡിൽ നിൽക്കുമോ പോണോ വേണ്ടേന്ന്. ഞാൻ പോവാൻ റെഡി കേട്ടോ. പോവാമെന്ന് പറഞ്ഞാൽ പോവാം, പോകണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട, ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് മുമ്പ് പറയട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പൊങ്കാലയ്ക്ക് ചിലപ്പം ചേട്ടായി പോവാമെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ 7:30 ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞ് ഒരു 8 മണി 8:30 കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായും നീലൂട്ടനും എഴുന്നേറ്റു. ഞാനതുവരെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് അത് വഴിയേ നിങ്ങൾക്ക് കാണാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഞായറാഴ്ച രാവിലെ നേരത്തെ ഇച്ചിരി എഴുന്നേൽക്കുവാണെങ്കിൽ ഞാൻ കുറേ നേരം എനിക്ക് വെറുതെ ഇരിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സമയം കിട്ടാറുണ്ട്. പക്ഷേ ചില ഞായറാഴ്ചകളിൽ, ചില അവധി ദിവസങ്ങളിൽ ആർക്കും പോകണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങും. പക്ഷേ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ആലോചിക്കും ഒത്തിരി കൂടെ നേരത്തെ എഴുന്നേറ്റായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് മുടി കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുടി എഴുന്നേറ്റ് കഴിഞ്ഞ് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരി പേക്കോലം പോലെ ഇരിക്കും കേട്ടോ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളൊരു കോലത്തിൽ കാണേണ്ടി വരും. അതുകൊണ്ട് മുടി അങ്ങ് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുടി ഞാൻ ചീകുന്നില്ല, വാരിപ്പിടിച്ച് കെട്ടി വയ്ക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ റൂമിലായാലും വീട്ടിനകത്ത് നിന്ന് മുടി ചീകത്തില്ല. കാരണം വൈറ്റ് ടൈലായതുകൊണ്ട് തറയിൽ മുടി കിടന്നാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനങ്ങനെ ചീകത്തില്ല. ചീകിയില്ലെങ്കിൽ പോലും മുടിയെല്ലാം ഊരി വീഴുക. താരനുള്ളത് കൊണ്ടും ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മുടി വാരി പിടിച്ച് കെട്ടി എല്ലാം ഊരിപ്പോയി. ഇനി വൈകാതെ തന്നെ മുട്ടയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ പള്ളിയിലെ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. എന്നും രാവിലെ ഇങ്ങനെ കേൾക്കുമായിരുന്നു, നല്ല രസമായിരുന്നേ. എല്ലാ ഞായറാഴ്ചയും രാവിലെ എഴുന്നേൽക്കുന്നത് ഈ പള്ളിയിലെ ഈ പ്രാർത്ഥന കേട്ടോണ്ടാണ്. മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നും ഇങ്ങനെ. അപ്പം ഞാൻ രാവിലെ വളരെ റെയറായിട്ട് ഞാൻ ഫ്രണ്ടിലെ കതവ് രാവിലെ എഴുന്നേറ്റ ഉടനെ തുറക്കുമോ. എന്തിനാന്ന് വെച്ചാൽ പേപ്പർ എടുക്കാനാട്ടോ. ന്യൂസ് പേപ്പർ വന്ന് കിടപ്പുണ്ടായിരിക്കും, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങാറില്ല, ബാക്ക് സൈഡിലോട്ടാണ് കൂടുതലും ഇറങ്ങുന്നത്. അവിടെയാണ് എൻ്റെ ചീര നട്ടേക്കുന്നതും കറിവേപ്പ് നട്ടേക്കുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ടും പിന്നെ കൂടുതലും ബാക്ക് അടുക്കളയുടെ അപ്പുറത്തോട്ടായിരിക്കുമല്ലോ ഇറങ്ങേണ്ടി വരുന്നത്, തുണി നനയ്ക്കാനാണെങ്കിലും ഒക്കെ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് സമാധാനമായിട്ടും പോയി കറിവേപ്പിനകത്ത് കുറച്ച് തണ്ണിമത്തൻ്റെ വിത്ത് കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിലിരുന്ന മണ്ണും ബക്കറ്റുമാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് തണ്ണിമത്തൻ്റെ കുരു ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് കറിവേപ്പ് നട്ട് കഴിഞ്ഞ് അതിന് വെള്ളം ഒഴിച്ചപ്പോൾ ഈ വിത്തെല്ലാം അങ്ങ് കിളിച്ച് കയറി വന്ന് എങ്ങോട്ട് പടർത്തുമെന്നൊന്നും ഒരു പിടിയില്ല. എനിക്ക് വലിച്ച് പിഴുത് കളയാനായിട്ടും തോന്നുന്നില്ല. അതങ്ങനെ നിൽക്കട്ടെ. അവിടെ ഉള്ള കുറച്ച് ഭാഗത്തൊന്ന് പടർത്തി വിട്ട് നോക്കാം, ചിലപ്പം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് വന്ന് നോക്കി. പിന്നെ നമ്മുടെ ചീര എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്ന്, അതാണ് ഇടയ്ക്ക് കൂന്ന് കേട്ടത്, വൈബ്രേഷൻ അടിക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. നമ്മുടെ ചീരക്കുട്ടന്മാരുടെ അടുത്തോട്ട് ഇത്ര ആയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിച്ച് നിൽപ്പുണ്ട്. ഇനിയും കിളിച്ച് വരാനുണ്ട് കേട്ടോ. 2 ദിവസം കൂടുമ്പോഴാണ് കുറച്ചൊക്കെ കിളിച്ച് വരുന്നത്. ഇനിയും
ഇതിൽ ചെറുതായിട്ടൊക്കെ ദാ കുഞ്ഞു കുഞ്ഞിതായിട്ട് നിൽപ്പുണ്ടല്ലോ, അതിന് വേറെ എന്തിലെങ്കിലും മാറ്റിയൊക്കെ നടണം, അതിന് സെറ്റ് ചെയ്യണം. ഒന്നും കൂടി കുറച്ചും കൂടി ആയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാല് ഫ്രിഡ്ജിൽ തണുപ്പ് ഇത്തിരി കൂടി കിടക്കും, അപ്പോൾ പാലങ്ങ് ഐസായിപ്പോയി. അപ്പോൾ ദാ ഈ ഒരു തേയില അമ്മ കൊണ്ട് തന്നത്, എൻ്റെ അമ്മ കൊണ്ട് തന്ന തേയില കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ രണ്ടാമതും വാങ്ങിച്ചുകൊണ്ട് തന്നേ. അങ്ങനെ അത് വെച്ചിട്ടാണ് കട്ടനും ചായയും എല്ലാം ഇടുന്നത്. അപ്പോൾ എനിക്കും നീലൂട്ടനും വേണ്ടിയിട്ടുള്ള ചായ ഞാൻ ആദ്യമേ അങ്ങ് ഇട്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ചേട്ടായി ഇപ്പോഴേ കുടിക്കത്തില്ല, അപ്പോൾ ഇട്ട് വെച്ചാലും ചേട്ടായി കട്ടനാണ് കുടിക്കുന്നത്. അപ്പോൾ കട്ടൻ ഇട്ട് വെച്ചാലും അത് ചേട്ടായി എണീറ്റ് വരുമ്പോഴത്തേനും ചൂടൊക്കെ പോയി ഇരിക്കും. പിന്നെ നീലൂട്ടനും കൂടി ഞാനങ്ങ് ചായ ഇട്ട് വെച്ചു. കാരണം പിന്നില്ലെങ്കിൽ രണ്ടാമതും ഞാൻ ചായ ഇടണം, കട്ടനും ഇടണം. അപ്പോൾ എനിക്ക് ചായ ഇട്ടപ്പോൾ നീലൂട്ടനും കൂടി ചായ ഇട്ടിട്ട് അതങ്ങ് അടച്ച് മാറ്റി വെച്ചു. അവന് പിന്നെ കുറച്ച് ചൂട് പോയാലും കുഴപ്പമൊന്നുമില്ല, ഓൾറെഡി അവന് ചൂട് പോക്കിയാണെന്നല്ലോ ചായ ആയാലും എന്തോരം കൊടുക്കുന്നത്. അപ്പോൾ അവനുള്ള ചായയും കൂടെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ പോയിട്ട് ഡൈനിങ് ടേബിളിൽ ചായ കൊണ്ടുവച്ചോട്ടെ. എനിക്കും ചൂട് പോയ ചായയാണ് ഇഷ്ടം. അത്ര ചൂട് പോയ ചായ അല്ലെങ്കിലും കുറച്ച് ചെറിയ ചൂട് മതി എനിക്ക്, ചായക്കാണെങ്കിലും കട്ടനാണെങ്കിലും. അപ്പം ഞാൻ ചെന്ന് ഇരുന്ന സമയത്ത് നീലൂട്ടൻ ഒന്ന് ഉണർന്നേ. അപ്പം ഞാൻ ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അയാൾ തിരിഞ്ഞങ്ങ് കിടന്ന് പിന്നെയും കിടന്നങ്ങ് ഉറങ്ങി. അപ്പം ഞാൻ പതിവില്ലാതെ പത്രം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. പത്രമൊക്കെ എടുത്തു വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു നല്ല കുട്ടിയാണെന്ന്. അങ്ങനെയൊന്നുമില്ല, എന്നും ഈ സമയത്തൊന്നും പത്രം വായിക്കാറില്ല. ഇന്ന് പിന്നെ അവധി ദിവസവും പിന്നെ രാവിലെ ഒന്നും അങ്ങനെ അധികം എടുക്കണ്ട, പൊങ്കാലയ്ക്ക് പോകുന്നെങ്കിൽ. അപ്പം അതുകൊണ്ട് പത്രമൊന്നും നോക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോഴേ പത്രം നോക്കാറുള്ളൂ. അപ്പോൾ പത്രത്തിലാണെങ്കിൽ യുദ്ധത്തിൻ്റെ കാര്യമാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ യുദ്ധം ചെയ്യുന്നത്? സമാധാനപരമായിട്ട് ജീവിച്ചാൽ പോരെ? അങ്ങനെയൊന്നും ആർക്കും ഇല്ലേ? പിന്നെ ഇപ്പുറത്തെ പേജ് ഇങ്ങോട്ട് മറിച്ച് നോക്കിയപ്പോൾ മരണ വാർത്ത. ഒരു കുടുംബത്തിലെ 5 പേര്, 3 കുഞ്ഞുങ്ങളും 2 സ്ത്രീകളും മരിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത. ആത്മഹത്യ ചെയ്തില്ലേ എറണാകുളത്ത്. അതും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഫാമിലിയാണ് അവർ. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറെ കുത്തിക്കൊന്ന കേസിൽ അയാൾക്ക് വിധി വന്നല്ലോ, ജീവപര്യന്തം. പിന്നെ 18 വർഷം കൊണ്ട് അതിന് മുമ്പ് തടവുണ്ട്. 1 ലക്ഷം 2 ലക്ഷം രൂപ എന്തോ പിഴ അടയ്ക്കണമെന്ന് എന്തോ സംഭവം ഉണ്ടല്ലോ അതും. പക്ഷേ എന്തായാലും പത്രം എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ വാർത്തകളും ഒക്കെയാണ്. അപ്പം ഞാൻ പിന്നെ ചായയൊക്കെ കുടി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് നീലൂട്ടൻ എഴുന്നേറ്റ് കട്ടിലേ പോയി കിടന്നു കേട്ടോ. ഞങ്ങളിവിടെയാണ് രാത്രിയിൽ കിടന്നത്. കാരണം റൂമിൽ കിടക്കാൻ പറ്റുന്നില്ല, ഒടുക്കത്തെ ചൂട് കാരണം റൂമിൽ കിടക്കാൻ പറ്റുന്നില്ല. വെളുപ്പാങ്കാലമൊക്കെ ആകുമ്പോഴത്തേനും റൂമിൽ തണുപ്പ് വരും. പക്ഷേ അന്നേരം അതുവരെ ഒന്ന് ഉറങ്ങണ്ടേ, ഉറങ്ങാനേ പറ്റത്തില്ല അവിടെ കിടന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടോട്ട് വന്ന് കിടക്കും. വെറും തറയിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കാല് വേദന എടുക്കും. അതുകൊണ്ട് അമ്മ പറഞ്ഞു എടുത്ത് വിരിച്ചിട്ടിട്ട് ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു അമ്മ വാങ്ങിച്ചുകൊണ്ട് തന്ന പായാന്നേ. അപ്പോൾ അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റും വിരിച്ചിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ചേട്ടായി സമ്മതിച്ചിട്ടുണ്ട് പൊങ്കാലയ്ക്ക് പോകാനായിട്ട്. ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഒരു ടോപ്പ് നിങ്ങൾ നേരത്തെ എൻ്റെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ശരത്തണ്ണൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് കായംകുളത്ത് പോയപ്പോഴും ഈ ഒരു ടോപ്പായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പൊങ്കാല സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും ചേച്ചിയുടെ പൊങ്കാല കഴിഞ്ഞു. പിന്നെ അമ്മ വെള്ളച്ചോറ് വെച്ചു. പിന്നെ അമ്മയുടെ പായസം വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ പായസം ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരുടെയും പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്നുണ്ടോ എന്നിങ്ങനെ എന്താ പറയുക, ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി വന്നപ്പോൾ. പക്ഷേ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചു, തേങ്ങ ഇട്ടു. ഓൾറെഡി തേങ്ങയൊക്കെ തിരുമ്മി എല്ലാം സെറ്റാക്കിയിട്ടാണ് അമ്മ വന്നത്. പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ പഴം, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നല്ല രുചിയായിരുന്നു കേട്ടോ പായസത്തിന്. അങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്
മീനു ചേച്ചിയാണ്. ചേച്ചി വീഡിയോ എടുത്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എൻ്റെ ചേട്ടായിയോടൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലുമൊക്കെ എടുത്തങ്ങ് തരും. അതിൽ ഞാൻ കാണത്തില്ല, ഞാൻ മാത്രം കാണത്തില്ല എൻ്റെ വ്ളോഗിൽ, ബാക്കി എല്ലാവരും കാണും. ആ ഒരു അവസ്ഥയിലായിരിക്കും എനിക്ക് വ്ളോഗ് എടുത്ത് തരുന്നത്. അത് ഐസൊക്കെ വിറ്റുകൊണ്ട് ഒരു മാമൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തനൊക്കെ കിട്ടി കേട്ടോ. തണ്ണിമത്തൻ മുറിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കൊന്ന് പാർട്ടിക്കാരായിരുന്നെന്ന് തോന്നുന്നു. കുറേ ചേട്ടന്മാർ വന്നിട്ട് തണ്ണിമത്തനൊക്കെ കൊണ്ട് തന്നു. അങ്ങനെ നമ്മുടെ അമ്മയുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇനി നേദിക്കുന്നവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോഴത്തേനും ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക കേട്ടോ. ചേച്ചി ചേട്ടനൊക്കെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ഇരുന്നു. ചേച്ചി എന്തുവാ മോരും വെള്ളം കുടിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും വന്ന് എല്ലാവരും ഓരോരുത്തരൊക്കെ ആയിട്ട് അറിയാവുന്നവരൊക്കെ വന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറയും കേട്ടോ. അമ്മയുടെ കൂട്ടുകാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നേദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേദിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുക. ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങ് പോകും കേട്ടോ. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് വെയിലൊക്കെ ഒന്ന് താന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ നേദിച്ച് കഴിഞ്ഞ് നമ്മളെല്ലാ സാധനങ്ങളും അമ്മയും ചേച്ചിയും കൂടെ ഓട്ടോയിൽ അങ്ങോട്ട് പോയി. ഞങ്ങൾ നടന്നു പോകട്ടെ. എൻ്റെ ബാഗിൻ്റെ സിബും പോയി, വള്ളിയും പോയി, എല്ലാം പോയി. എന്നാലും കുറച്ച് സാധനം നീലൂട്ടൻ്റെ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. പക്ഷെ അതില്ല, സഞ്ചി കൊണ്ടുപോകുന്നതുകൊണ്ട് കൂട്ട് എനിക്ക് പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, തൊട്ടടുത്ത് തന്നെ വീട് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നീലൂട്ടൻ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ ആ സമയം വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുചേട്ടൻ്റെ കൂടെ കറങ്ങാനായിട്ട് അവനങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സിനിമ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. പ്രകമ്പനം സിനിമയാട്ടോ ഇട്ടേക്കുന്നത്. അത് ഞാൻ പകുതി വരെ കണ്ടിട്ടുള്ളായിരുന്നു. ചേട്ടായി ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അന്നേരം ഞാൻ കണ്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പായസം എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വിശപ്പ് വന്നു. അങ്ങനെ നീലൂട്ടനോട് ലൈറ്റ് ഇടാൻ പറഞ്ഞപ്പം അവൻ ലൈറ്റിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ സ്വിച്ചുകളും ഇട്ടു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദേഷ്യപ്പെടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എന്തായാലും വല്ലജാതി ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇനി പായസമൊക്കെ കുടിക്കാൻ പോവാം. പായസം കുടിച്ചിട്ട് ബാക്കി പരിപാടികളിലോട്ടൊക്കെ പോകണം. നല്ല ഉറക്കവും വരുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഉറങ്ങിയില്ല കേട്ടോ. എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഫോണിലും കളിച്ച് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങാനുള്ളതിന്. അപ്പോൾ ഗായ്സ്, പായസമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണോ പായസം? നിങ്ങൾക്കും വേണ്ടിയും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് ഇത്രയൊക്കെ ആയിരുന്നു. വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. അടുത്തൊരു ക്ലീനിങ് വ്ളോഗാണോ എന്തൊരു വ്ളോഗാണെന്നൊന്നും ഒരു പിടിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾക്ക് വേണോ പായസം? പായസം വേണമെങ്കിൽ തരാം, വന്നാൽ ഒരു സ്പൂണ് പായസം എല്ലാവർക്കും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് കഴിക്കാം കേട്ടോ. എന്തായാലും നിങ്ങളില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.